അപ്പോൾ ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രാൽ കറിയാണ്. പെടക്കണ ബ്രാലാണ്, നമുക്കിന്ന് കിട്ടിയതാണ്. എന്തായാലും നിങ്ങൾ എൻ്റെ ബ്രാൽ കറി കാണുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. തൃശ്ശൂർ സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ബ്രാലിനെ ആദ്യം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഞാനത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപ്പിട്ടിട്ട് ഒക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. എന്തായാലും ബ്രാൽ കറി വയ്ക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല. എന്തായാലും എല്ലാവരും എൻ്റെ ഇത് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വൃത്തിയാക്കി വെച്ച ബ്രാലിൻ്റെ കഷ്ണങ്ങൾ ഇനി ഇതിലോട്ട് ആവശ്യമായ സാധനങ്ങൾ: ചെറിയുള്ളി കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുടംപുളി വെള്ളത്തിൽ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ചെറുതായി വഴണ്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രാൽ കറിക്ക് ഇത്തിരി എരിവ് കൂടുതൽ തന്നെയാണ് ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മുളക് പൊടി ഇട്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് കളറ് ചേഞ്ച് ചെയ്ത് മസാല, അതായത് ഇതിൻ്റെ കൂട്ട് ശരിയായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പുളിയും പുളിവെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പുളിയും പുളിവെള്ളവും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. ആ കളറ് നല്ലൊരു എന്താ പറയുക കടുത്ത കളറാകുമ്പോൾ നമുക്ക് അതിലോട്ട് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. വെള്ളം ആവശ്യത്തിന് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ മീൻ കറിയുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇനി ഇത് നന്നായിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം, അതായത് ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പുളി നോക്കാം. പുളി കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ പുളി കഷ്ണങ്ങൾ മാറ്റി വയ്ക്കാം. പിന്നെ അതിലോട്ട് ഞാൻ വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റാണ്. നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ബ്രാൽ കറി എന്ന് പറയുന്നത്. നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങൾ വെന്തു എന്നറിയാനായിട്ട് ഇതിൽ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അരികവശത്ത് കണ്ട എണ്ണ തെളിഞ്ഞിരിക്കുന്നത്,
എണ്ണ തെളിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കറി റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ ബ്രാലി കറി റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ ബ്രാലി കറിയാണ്. അത് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാൻ സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ബ്രാലി കറിയുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.